അഗ്രജൈവിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് ഷനോജ് എന്ന് പറഞ്ഞ ഒരാളുടെ ഷനോജേട്ടന്റെ വീട് ചെയ്ത വർക്കിന്റെ വീഡിയോ ആണ് ഇതിനകത്ത് വരുന്നത്. താണ്ടൂർ സ്റ്റോൺ ആണ് വിരിച്ചത്. താണ്ടൂർ സ്റ്റോണ് 2x1 ഉണ്ട്, 2x1.5 ഉണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിരുന്നു 2x1.5 വെക്കുമ്പോൾ നമുക്ക് ലേബർ കൂലി അധികമായിട്ട് വരുന്നു. പക്ഷെ നമുക്ക് വിരിച്ചു കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. ആ ഒരു വീട്ടിൽ വിരിച്ച്, അതുപോലെ തന്നെ അതിന്റെ ബാക്ക് സൈഡ് വീടിന്റെ പുറകു വശം നമ്മൾ പേൾ ഗ്രാസും ഒരു പാത്ത് ആയി സെറ്റ് ചെയ്തിരുന്നു. അപ്പൊ വീഡിയോ എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. അപ്പൊ ഷനോജേട്ടന്റെ വീടിന്റെ പണിത ഈ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഹാർഡ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പെയിന്റിങ്, ഇന്റീരിയർ സംതിങ് വർക്കുകളൊക്കെ ഉണ്ട്. പിന്നെ മുറ്റത്തിന്റെ വർക്കാണ് മെയിൻ ആയിട്ടുള്ള. മുറ്റത്തിന്റെ വർക്ക് ചെയ്യാനാണ് ഞങ്ങളെ ഏൽപ്പിച്ചത്. ഞങ്ങൾ ചെല്ലുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് വീടിൻ്റേത്. അതായത് ഒത്തിരി കച്ചറകളും വേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഈ ഭാഗത്ത് കുറേ ഭാഗത്ത് നന്നായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത ഒരു ഭാഗമാണ്. പിന്നെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതിന് തന്നെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ സഹപ്രവർത്തകർ വൃത്തിയായിട്ട് ചെയ്തു. എന്തായാലും ഈ വീടിൻ്റെ മുഖച്ഛായ മാറ്റുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വീടിൻ്റെ പണി കഴിഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യും. അപ്പോൾ ഈ രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്തിട്ട്, അതായത് നമ്മുടെ സ്റ്റോണും ഗ്രാസും ഒക്കെ വിരിച്ചിട്ട്, ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഗ്രാസ് വിരിക്കാനാണ്. ബാക്ക് സൈഡിൽ ലോൺ ഗ്രാസ് ആണ് ചെയ്യുന്നത്, പേൾ ഗ്രാസ് ആണ് ഉദ്ദേശിച്ച്. ഒരു പാത്ത് വേക്കായിട്ട് നമുക്ക് എന്തായാലും വീടിൻ്റെ പണികൾ ഓരോന്നോരോന്നായിട്ട് പറയാം. അതിന് മുൻപായിട്ട് നമ്മൾ വിരിക്കുന്ന സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താണ്ടൂർ സ്റ്റോണിലെ 2x1.5 ആണ്. ഞാൻ പറഞ്ഞിരുന്നത് 2 സൈറ്റുകളിലാണ് 2x1.5 നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത്. ആ 2 സൈറ്റുകളിലും കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. വർക്ക് നമുക്ക് ലേബർ വർക്ക് കൂടുകയാണ് ചെയ്യാം സ്വാഭാവികമായിട്ടും. അപ്പോൾ എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റുകളിൽ കുറവ്. അലിജിൻ്റെ ബേബിയൊക്കെ ഇട്ട് വാട്ടർ ലെവലിംഗ് ഒക്കെ കഴിഞ്ഞ് സ്റ്റോൺ വന്നു. അവിടുത്തെ യൂണിയൻകാർ തന്നെയാണ്, പകലാണ് സ്റ്റോൺ ഡയറക്റ്റ് സൈറ്റ് കൊണ്ട് തന്നെ യൂണിയൻകാർ തന്നെയാണ് നമ്മുടെ സാധനങ്ങളൊക്കെ അൺലോഡിങ് ചെയ്ത്. എന്തായാലും നമ്മൾ കല്ല് വിരിച്ചു തുടങ്ങി. ഫ്രണ്ടിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ്, 2 സ്റ്റോൺ ഇടവിട്ടായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാനും ഷനോജേട്ടനും കൂടി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ എടുത്തും സെറ്റ് ചെയ്ത്, നല്ല ക്വാളിറ്റിയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. അപ്പോൾ നമ്മൾ ലോക്കൽ പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഭാഗത്ത് കുറച്ച് ക്യാഷ് കൂടുതലായിരുന്നു. ഞാൻ ഹോൾസെയിലാണ് സാധനം എടുക്കാറുള്ളത്, അപ്പോൾ റേറ്റ് കുറവാണ് വരാറുള്ളത്. അപ്പോൾ ഒരു 10 രൂപ സ്ക്വയർ ഫീറ്റിൽ കൂടുതലുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഈ കിണറിൻ്റെ ഭാഗത്തൊക്കെ ഒരു സൈഡിൽ ബാക്ക് സൈഡിൽ 2x1 സ്റ്റോണാണ് ഇട്ടിരുന്നത്. 2x1 സ്റ്റോൺ വെക്കുമ്പോൾ എന്താ വെച്ചാൽ 2x1.5 വെക്കുന്നതിനേക്കാൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല കൃത്യമായിട്ടുള്ള പാറ്റേണും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഈ ഗ്രോഡ പ്രശ്നങ്ങൾ, ജോയിനിങ് പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. എൻഡിൽ എപ്പോഴും ഒരു ബെൻഡ് വരാറുണ്ട് ഈ 2x1.5-ന്. അതാണ് നമുക്ക് ലേബറിന് എപ്പോഴും, നമ്മളെ ലേബേഴ്സിന് എപ്പോഴും ഒരു കുഴക്കുന്ന സംഭവം. ഇത് കണ്ടില്ലേ, ഈ ഭാഗം വരുന്നത് നമുക്ക് ആ കാണുന്ന ഭാഗങ്ങളൊക്കെ 2x1 ചെയ്താണ്. പിന്നെ മറുഭാഗങ്ങൾ, അതായത് ബാക്ക് സൈഡ് കംപ്ലീറ്റ് ഇതുപോലെ ഒരു പാത്ത് വേ ചെയ്തിട്ട് പേൾ ഗ്രാസ് ആണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ ക്ലിപ്സ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ നടക്കുന്ന വ്യക്തിയാണ് ഞാൻ പറഞ്ഞ വ്യക്തി കേട്ടോ, ഷനോജ് എന്ന് പറഞ്ഞിട്ട്. ആൾ വളരെ പെർഫെക്ഷനാണ്. ആളൊരു പ്രവാസിയാണ്, അപ്പോൾ നാട്ടിൽ വന്നതാണ്. ഒരു സൗദിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആളുടെ വീട് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ ഹൈവേ റോഡ് കാണാൻ, ഇതിൻ്റെ നേരെ മുൻപിലും മലയോര ഹൈവേ പോകുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ. ഒരുപാട് സംഭവങ്ങൾ, പുതിയ സംഭവങ്ങളൊക്കെ, സിനിമ തിയേറ്റർ അങ്ങനെ എന്തൊക്കെയാണ് ആ ഭാഗത്ത് വരുന്നുണ്ട്. നല്ലൊരു ഭംഗിയുള്ള ഏരിയ. വളരെ ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ കാണുന്ന ഷോ ഉള്ളൊരു വീടാണിത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്റ്റോൺ വിരിച്ചു കഴിഞ്ഞതും ആളുകൾ എൻക്വയറി ഒക്കെ ചെയ്യും. അപ്പോൾ അതിന് പെർഫെക്ഷനായിട്ട് തന്നെ ചെയ്തു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വർക്ക് കഴിഞ്ഞ് ഏകദേശം വീഡിയോ ആയി. പക്ഷെ നമ്മുടെ വീടിൻ്റെ കംപ്ലീറ്റ് പണി കഴിയാത്തതുകൊണ്ട് നമുക്ക് അത്ര ഭംഗി ഫീൽ ചെയ്യില്ല. പക്ഷേ ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വീഡിയോ ആണിത്. ഇതിനൊരു 15 days എങ്കിലും വേണം നമുക്ക് ഗ്രാസൊക്കെ ക്ലിയർ ആയിട്ട് സെറ്റായിട്ട് വരാൻ. ബാക്ക് സൈഡും അതുപോലെ സൈഡും നമ്മൾ 2x1 ആണ് വിരിച്ചത്. അതായത് പാത്ത് വേക്ക് വേണ്ടിയിട്ട് 2x1 സ്റ്റോൺ ആണ് വിരിച്ചത്. അതുപോലെ തന്നെ വീടിൻ്റെ ഒരു ഭാഗത്തും 2x1 സ്റ്റോൺ വിരിച്ചിരുന്നു. അപ്പോൾ നമ്മളുടെ ആ ഫ്രണ്ടത്തെ വ്യൂ ആണിത്. വീഡിയോ ചെയ്തതിന് ശേഷം, വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള. സ്റ്റോണൊന്നും വാഷ് ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അത്രയും നല്ല രൂപത്തിൽ വാഷ് ചെയ്യാൻ കഴിയും, ആ പുള്ളിയോട് പറഞ്ഞിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ വാഷ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സ്റ്റോൺ വിരിക്കണമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, മറക്കരുത്.